ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിത് ഒരു പ്ലം കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലം കേക്ക് ഞാൻ കുക്കറിൻ്റെ അകത്ത് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട കേക്കും കുക്കറിൻ്റെ അകത്ത് തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് വെക്കുമ്പോൾ കുക്കറിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കർ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അത് ചൂടാകുന്നതിൻ്റെ നടുക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കേണ്ട പാത്രം ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഓയിലൊക്കെ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം കേക്കിന് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, ബദാം, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇളക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ഇത് തനിയെ മെൽട്ടായിക്കൊണ്ടിരിക്കും. മെൽട്ടായതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തെ പഞ്ചസാര ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തെ പഞ്ചസാരൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൽ ടൂട്ടി ഫ്രൂട്ട്സും അതുപോലെ ഈത്തപ്പഴവും മുന്തിരിയും കൂടി ചേർന്നിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പും ബദാമൊന്നും ഇതിൽ ഇപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഇവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പട്ട പൊടിച്ച പൊടിയും 1 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചിട്ടുള്ള പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യം നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ സ്പീഡിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം അധികം സ്പീഡില്ലാതെ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മണ്ണിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിനി കുറച്ചായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ 4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴത് ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് തൊലിയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും കൂടി ചേർക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ബാറ്ററിൻ്റെ അകത്ത് ഇടുമ്പോൾ മുഴുവനായിട്ടും അടിയിൽ പോവാതെ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴത്തെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കട്ടിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലം കേക്കിന് ഇതുപോലെ കട്ടിയിലാണ് ബാറ്ററി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കേക്കിൻ്റെ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കുക്കർ അവിടെ നിന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴത്തെ ഇത് കുക്കറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതുപോലെ നൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് കുത്തി നോക്കാം. അതിൻ്റെ മുകളിൽ ഒട്ടുന്നൊന്നുമില്ലെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒട്ടുന്നൊന്നുമില്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് കുക്കറിൻ്റെ അകത്തുനിന്ന് മാറ്റി വെക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ട്രേൻ്റെ അകത്തുനിന്ന് കേക്ക് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റാം ഇതിനെ. അപ്പോഴത്തെ കേക്കിൻ്റെ പാത്രത്തിൻ്റെ അകത്ത് നിന്ന് കേക്കിനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്.